നമസ്കാരം. സുഭാഷിതം. കർപ്പൂരധൂളി കലിതാലവാലെ കസ്തൂരിക കൽപ്പിത ദോഹളശ്രീ ഹിമാംബുക പൈരഭിഷിച്യമാന പ്രാഞ്ചം ഗുണം മുഞ്ചതി നോപലാണ്ഡുഹു. ഇവിടെ ഈ സുഭാഷിതത്തിന്റെ അർത്ഥം പറയുന്നത് കർപ്പൂരത്തിൻ്റെ തടത്തില്, കർപ്പൂരം ഉണ്ടാകുന്ന തടത്തില് ഉള്ളി നട്ട് കസ്തൂരി വളമിട്ട് പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്താലും ഉള്ളിയുടെ ഗന്ധം പോവുകയില്ല. അപ്പൊ ഉള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള ഗന്ധമുണ്ട്. അതെന്ത് ചെയ്താലും അതിൽ തന്നെ നിലനിൽക്കും. ഇപ്പൊ ജാത്യാലുള്ളത് തൂത്താ പോകുമെന്ന് ചോദിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഇതിനെ കർപ്പൂരത്തടത്തിലിട്ട് നട്ടതിന് ശേഷം കസ്തൂരി വളം, കസ്തൂരിയുടെ മണം അറിയാമല്ലോ, കസ്തൂരി വളമിട്ട് പനിനീര് കൊണ്ട് ദിവസവും വെള്ളം അടിക്കുന്നതിന് പകരം പനിനീര് അഭിഷേകമാണ് ചെയ്യുന്നത്. എന്നിട്ടും ഉള്ളിയുടെ ഗന്ധം പോയില്ല. അപ്പോൾ ചില ആളുകൾ, അതായത് അട്ടയെ പിടിച്ച് മെത്തയെ വെച്ചാൽ ഇരിക്കില്ല എന്നൊക്കെ പറയുന്ന പോലെ ചില ആളുകൾ, ചില ജന്മങ്ങൾ അങ്ങനെയാണെന്ന് പറയില്ലേ. അവരെ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ അവരെ നമ്മൾ ജീവിപ്പിക്കാനായിട്ട് നമ്മൾ ഓരോ കാര്യത്തിലൂടെ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചു കൊണ്ടുവന്ന് മാറ്റിയാലും അവരുടെ ജന്മസിദ്ധമായ ആ ഗന്ധം, ആ പ്രവൃത്തിയിലുണ്ടാകുന്ന ഗന്ധം, ആ പ്രവൃത്തിയിലുണ്ടാകുന്ന അവരുടെ ഒരു ഗുണം അത് വിട്ടുമാറില്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ജന്മസിദ്ധമായ ആ ഒരു കഴിവ് ചിലപ്പോൾ നല്ലതിനാകാം, ചിലപ്പോൾ മോശമാകാം, അതൊരിക്കലും മാറുന്നില്ല. അതവർക്ക് പ്രകൃതിദത്തമായി കിട്ടിയതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമസ്തേ.